മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2024 സെപ്റ്റംബർ 7-8 രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. സൈസ് അടിയാണെന്ന് അറിയോട്ടു. നോക്കിയെന്ന് ഞമ്മക്കും കിട്ടി. പെരട്ടി ഇളകിപ്പോയി. 2 ദിവസം പണിക്കും വരാൻ പറ്റിയിട്ടില്ല. അടി കിട്ടിയന്മാരെല്ലാവരെയും കാര്യം പോക്കാം. ഒരുത്തം മയ്യത്തായി എന്നാ കേട്ടത്. കച്ചറ ടീമേനും അത്. നാട്ടിലെ ജാതിയുടെ എടുക്കൂല. അല്ല, അവരെ പറ്റി എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? പേരോ ഏത് സ്ഥലത്തു നിന്നാണോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും? പെര അടി വാങ്ങുന്നതിൻ്റെ ഒബ്സർവേഷൻ ഒക്കെ ടൈം എവിടെയാടു. ആ പിന്നൊരാളുണ്ട്. ഓ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഡോക്ടർ കാലേറാം അതാ അവൻ്റെ പേര്. നമ്മളെ ഒരു ചങ്ങായിൻ്റെ ഗർഭം. ചങ്ങായിൻ്റെ അല്ല, ഓൻ്റെ ലൈൻ്റെ. ഈ സലൂണിൽ പണിക്ക് വന്നൊരു നേപ്പാളി പെണ്ണ. ലാസ്റ്റ് തലയെ കുടുങ്ങിയേരം ഓനോട് ഒഴിവാക്കി. അന്ന് ഈ ഡോക്ടറെ എല്ലാം സെറ്റപ്പായി കൊടുത്തേ. ശാസ്ത്രീയ എന്നവരിലൊക്കെ അവൻ്റെ പേരെന്താണെന്നറിയോ? അബോഷൻ ഡോക്ടർ എന്ന്. ഡൂഡ്, ബേക്കറിയിൽ ആൾ വന്ന്. ഐ മസ്റ്റ് ഗോ. She's safe. Perfectly all right. Thank you so much, doctor. Thank you. Madam? Okay, I'm in a hurry. ഡോക്ടർ, ഇന്ന് രാവിലെ കോരകല്ലിൽ വെച്ച് ഒരു സംഭവം നടന്നു. വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ്. ഭാഗ്യത്തിനാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷേ ഞങ്ങൾ ഇടിച്ച വണ്ടിയിൽ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ മുഖത്ത് ടേപ്പ് പൊട്ടിച്ചിരുന്നു. പോലീസിനെ അറിയിച്ചോ? ഹോസ്പിറ്റലിൽ വരുന്ന ഓട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ. വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഒരു 3-4 പേര്. അതിലൊരാൾ കുറ്റി തലമുടിയും കുറ്റി താടിയുമായിട്ട് കയ്യിലൊക്കെ പച്ച കുത്തിയിരുന്നു. പേരെന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓക്കെ, I'll see what I can do. ഹലോ. കഴിഞ്ഞ 5-6 മാസത്തിനിടയിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ അറസ്റ്റ് നടത്തിയ ഒരേ ഒരു ഇൻസ്പെക്ടർ മാത്രമേ ഈ സിറ്റിയിലുള്ളൂ. ഇൻസ്പെക്ടർ സത്യജിത്ത്. ഞാൻ അയാളെ കാണാൻ പോവുകയാണിപ്പോൾ. ദാദാ, എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും എന്നെ വിളിക്കണം. അഞ്ച് വർഷം മുമ്പ് അവളെ നഷ്ടപ്പെടുമ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മോള്. നിങ്ങളുടെ ഫോൺ വന്നപ്പോൾ തൊട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ മോള് മെലിഞ്ഞിട്ടുണ്ടാവോ, തടിച്ചിട്ടുണ്ടാവോ, നീളം വെച്ചിട്ടുണ്ടാവോ എന്നൊക്കെ. ഇന്നിവിടെ വന്നപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു. പത്രങ്ങളിലൊക്കെ എന്തൊക്കെയോ വാർത്തകൾ വന്നിട്ടുണ്ടെന്ന്. എന്ത് വിശ്വസിക്കണമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരണം. നീണ്ട മുടി അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും മുറിച്ചു കൊടുക്കാൻ പറയും. ഞാനാ മുറിച്ചു കൊടുത്തത്. എന്നാലും ഇത്രയും മുറിക്കണ്ടായിരുന്നു. I broke my promise. എനിക്കൊരു ചാൻസ് കൂടി തരണം. മോളെ ഞാൻ തിരിച്ചെത്തിക്കും. ഈ കൈകൾ